മമത പൊളിഞ്ഞു എന്നുള്ളത് ശരി. സ്റ്റാലിൻ്റെ കേസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ജോസഫ് വിജയ് സ്റ്റാലിനേക്കാൾ വഷളായിരിക്കുന്നു. കാരണം അയാൾ അധികാരത്തിൽ വരുമെന്ന് അയാൾ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അധികാരത്തിൽ വരാനുള്ള സീറ്റായില്ല, പക്ഷേ ആ സീറ്റ് എങ്ങനെയെങ്കിലും ഉറപ്പിക്കാം. ഒന്നുമില്ലെങ്കിൽ DMK അയാളെ പിന്തുണയ്ക്കുക, എന്തെങ്കിലും ചെയ്യും. അധികാരത്തിൽ വരും അയാൾ ഉറപ്പാണ്. അയാൾക്ക് രാഷ്ട്രീയം അറിയില്ല, ആൾക്കൂട്ടത്തെ നയിച്ച് ആൾ കളിച്ച ആളാണ്. നിർഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DMKയ്ക്കും ADMKയ്ക്കും രണ്ടുപേരെയും കൊണ്ട് മടുത്ത ജനങ്ങൾ ഒരു മൂന്നാം ശക്തിക്ക് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. ആ മൂന്നാം ശക്തിയായിട്ട് BJP മുന്നോട്ട് വരണം എന്നുള്ളതായിരുന്നു അണ്ണാമലയുടെ തിയറി. ആ തിയറി കേന്ദ്രം അംഗീകരിച്ചില്ല, കേന്ദ്ര BJP. അവർ ADMKയുടെ കൂടെ നമുക്ക് നീങ്ങാം. അത് കഴിഞ്ഞിട്ട് വിജയമായിട്ട് ഒരു അലയൻസിലെത്താനും ശ്രമിച്ചു, പക്ഷേ വിജയ് സമ്മതിച്ചില്ല. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ADMKയോടും DMKയോടും മടുപ്പുള്ള ജനം വിജയിന് ഓവർവെൽമിംഗ് ആയിട്ട് വോട്ട് ചെയ്തു, അയാൾ ജയിച്ചു. വാസ്തവത്തിൽ അത് BJPക്ക് കിട്ടേണ്ട വോട്ടാണ്.